നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാവുന്ന വാഹനം കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. PC ജോർജ്, ഞാൻ ഈ ഗ്രാമീണ അന്തരീക്ഷ ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാൻ പരിപാടി. മറ്റൊന്ന്, ഞങ്ങളുടെ ഭാഗത്ത് ഈ പെരിയാർ വാലിയിലെ കനാൽ വെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയ ക്ഷാമമുള്ള കാലം അന്ന് കൃഷിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കൃഷിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചായക്കടക്കാരുണ്ട്. പുള്ളി വെളുപ്പിന് ചായക്കടയിൽ പോയി കച്ചവടം ഒരു 10 മണിയാകുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ പലർക്കും സമയം പറ്റി വീതിക്കാണ്. അപ്പോൾ തിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ പുള്ളിക്ക് ഒരു എക്സ്ട്രാ അടപ്പിട്ടാൽ അവർ പറമ്പിൽ ഉയർന്ന് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി വെള്ളം തിരിക്കാൻ വരുമ്പോൾ ആരെങ്കിലും വെള്ളം തിരിക്കുന്നുണ്ടാവും. പുള്ളി വൈഫിനെ പിടിച്ച് കുറേ ഇങ്ങോട്ട് ചീത്ത പറയും. ഉറക്കെ സമരത്തിൽ നിൻ്റെ വർഗത്തിൽപ്പെട്ട് ഒരാളുടെ ശവദേഹം ഡൽഹി ഗേറ്റിൽ ഉണ്ടോ നോക്ക്. ഇതൊക്കെ നീ പറയിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതൊന്നും പറയില്ല. പാവം ക്രിസ്ത്യൻ സമുദായത്തെ നമുക്ക് ബഹുമാനവും ആദരവുമുണ്ട്. അപ്പോൾ ഈ നെറികെട്ടവനോടൊക്കെ ക്രിസ്ത്യൻ സമുദായം വേണ്ടത്ര കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടത്തെയും ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് പലതും പറയേണ്ടി വരും. ആ പറഞ്ഞാൽ 100% സത്യമായിരിക്കും, അത് നിങ്ങൾക്ക് മോശമായിരിക്കും. അതുകൊണ്ട് വെറുതെ അങ്ങനെ ആത്മീയ സംഘർഷമോ അല്ലെങ്കിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കേണ്ട. സഭാ നേതൃത്വം ഇടപെട്ട് ഈ തെണ്ടിയോട് അല്ലെ ഈ നികൃഷ്ട ജീവിയോട് പറയണം, നിങ്ങൾ സമൂഹത്തെ കെട്ട് കളിക്കരുത്. നിങ്ങൾ വ്യക്തി കുറ്റം പറഞ്ഞ കുഴപ്പമില്ല, ഭീകര മുസ്ലിം തീവ്രവാദി കുറ്റം പറഞ്ഞു, അതൊന്നും നമുക്കല്ല. ഇവൻ സമുദായത്തെ മൊത്തത്തിലാണ് പറഞ്ഞത്. ആ നെറികെട്ടവനപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ജോർജിനോട് ചോദിക്കാൻ, പൊന്നു മോനെ, നിന്റെ വർഗത്തിൽപ്പെട്ട ഒരാളുടെയെങ്കിലും പേര് പറയാവോ? സ്വാതന്ത്ര്യ സമിതി പങ്കെടുത്ത് മരിച്ചല്ല ലിസ്റ്റ് 36,000 പേര് ലിസ്റ്റിലുള്ളിൽ. 1 ലക്ഷം മറ്റേ പേരുണ്ട്. അതിൽ 36,000 പേര് മുസ്ലിങ്ങളെ മാത്രമാണ്. ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നീ പറഞ്ഞല്ലോ ഇന്ത്യ വിട്ട് മൊത്തം പോയിക്കോ, ഇന്ത്യയുടെ മുഴുവൻ മുസ്ലിങ്ങളോടും. എന്താടാ വീട്ടിൽ നിനക്കത് പറയാൻ അവകാശം? ക്ഷമയെ നെല്ലിപ്പില് കാണാണോ? അപ്പോൾ ഇതെന്നെ അർത്ഥം, ഇങ്ങനെ മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കുറിച്ച് പറഞ്ഞാൽ BJP ശ്രദ്ധിക്കുമ്പോൾ അല്ല MP സ്ഥാനോ അല്ലെങ്കിൽ ഗവർണർ സ്ഥാനോ കിട്ടുമെന്നാണ്. ആ ബുദ്ധിയുള്ള BJPക്കാരൻ മനസ്സിലാക്കൂടെ നെറികെട്ടവനെ. നീ നിന്റെ ഇതായത് ഒരേ തൂവൽ പക്ഷികളാണ് മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും. ഇന്ത്യയിൽ ഒരേ തൂവൽ പക്ഷികളാണ്. ആ ഒരേ തൂവൽ പക്ഷികളോട് ഇങ്ങനെയാണ് അവൻ പെരുമാറുന്നെങ്കിൽ പിന്നെ ഞങ്ങളോട് വെറുതെ ഇരിക്കുമോ എന്ന് ബുദ്ധിയുള്ള RSകാർ ചിന്തിക്കും. അത് ഏതുപോലെ എന്നറിയോ പൊന്നുമോനെ? ടിപ്പു സുൽത്താൻ ഒറ്റുകൊടുത്ത് ടിപ്പു സുൽത്താൻ്റെ അളിയനാന്ന് പറയുന്നുണ്ട്. ഒരു സൈനിക മേധാവിയാണെങ്കിലും അപ്പോൾ ബ്രിട്ടീഷ് ആദ്യമായിട്ട് അവനെ തട്ടിയത്. കാരണം സ്വന്തം അളിയനെ ഒറ്റുകൊടുത്തവൻ ഞങ്ങളെ ഒറ്റുകൊടുക്കാൻ ഉറപ്പ് എന്ന് പറഞ്ഞാൽ നീ ഇതുപോലെ നികൃഷ്ട പ്രവൃത്തി കാണിച്ചാൽ RSകാർ നിന്നെ ഒന്നും കൂടി ഒഴിവാക്കുള്ളൂ. കാരണം ഒരേ തൊഴിൽ പക്ഷികളായ മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഒരുമിച്ച് നിൽക്കേണ്ട ഇന്ത്യയിൽ നീ ഇതുപോലെ മുസ്ലിം സമുദായം മൊത്തത്തിൽ, അത് കേരള മുസ്ലിം മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിങ്ങളെ പറഞ്ഞിരിക്കുന്നത്, അത് തന്നെ തെറ്റാണ്. ലോകത്ത് ഒരു വർഗവും അല്ലെങ്കിൽ ഒരു ജാതിയും ഒരു പാർട്ടിയും ഒരു മനുഷ്യനും 100% ശരിയായിട്ടില്ല, 100% തെറ്റായിട്ടില്ല. അതാണ് ലോകതത്വം. അപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം മുഴുവൻ കുറ്റക്കാർ പറഞ്ഞാൽ അത് ആ ഒരു കാരണം തെറ്റാണ്. പൊന്നുമോൻ ഒന്ന് ശ്രദ്ധിക്കും, നല്ലതായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കണ്ടേ, അതിന് അവസരം ഉണ്ടാക്കാതിരിക്കില്ല എന്ന് പറയണം. അതാണ് ജോർജിനോട് പറയാനുള്ള കാര്യം. മറ്റൊന്ന്, ഞാൻ പറഞ്ഞു, പ്രകാശ വേഗതയിൽ വരെയും സഞ്ചരിക്കാവുന്ന വാഹനം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എലോൺ മസ്കിനെ പോലുള്ള ബുദ്ധിജീവികൾ. ഈ അഭ്യാസം പഠിച്ചിട്ട് ആദ്യമായിട്ട് അവർ അമ്മയോട് എടുത്ത് എന്തോ ഒരു കളിയാക്കി പറയുന്നുണ്ട്. അത് ഈ കളരി പഠിക്കാൻ പോയിട്ട് അവൻ കളരി പഠിച്ചുകൊണ്ട് ആദ്യമായിട്ട് അമ്മയെ തല്ലിയാണ് പരീക്ഷണം നടത്തിയെന്ന് പറയും പോലെ ഈ എലോൺ മസ്ക് ഇന്ന് ലോക ബുദ്ധിമാണ്, ലോക പണക്കാരനാണ്. 0ൽ നിന്ന് വളർന്നു വന്ന ലോക കോടീശ്വരനാണ് എലോൺ മസ്ക്. എലോൺ മസ്കാണ് ഇന്ത്യ ലോകത്തുള്ള ഏറ്റവും ബുദ്ധിമാൻ. കാരണം അദ്ദേഹം സ്പേസ് ഷട്ടിൽ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി തിരിച്ചു വരാൻ വാഹനത്തിൻ്റെ. അമേരിക്ക നാസ കണ്ടുപിടിച്ചൊന്നും തിരിച്ചു വരില്ല, തിരിച്ച് കടലിൽ വീഴുള്ളൂ, അങ്ങനെ കത്തി തീരുള്ളൂ. ഇത് തിരിച്ചു വരാൻ സംവിധാനം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ പുള്ളി പറയുന്ന വേറൊരു രീതി അറിയുമോ? അതായത് ഇപ്പം നമ്മൾ എറണാകുളത്ത് നിന്ന് ഒരാൾ രാവിലെ
ട്രെയിനിൽ കയറി ട്രിവാൻഡ്രത്ത് പോയി അവിടുത്തെ ഓഫീസ് കാര്യം നടത്തി വൈകിട്ട് ട്രെയിനിന് തിരിച്ചു വരാം. ഏതാണ്ട് 12 മണിക്കൂറിനകം ട്രിവാൻഡ്രത്ത് പോയി കാര്യം നടത്തി എറണാകുളത്തിന് വരാം. അതുപോലെ ലോകത്തിന് ഏത് ഭാഗത്തു നിന്നും 24 മണിക്കൂറിനകം പോയി തിരിച്ചു വരാനുള്ള സംവിധാനം കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള സ്പുട്നിക് പോലുള്ള സ്പേസ് യന്ത്രങ്ങൾ പിന്നെ വാഹനം കണ്ടുപിടിക്കുന്നത് വളരെ മോസ്റ്റ് മോഡേണാണ്. പക്ഷെ ഈ വളരെ മോസ്റ്റ് മോഡേൺ ആയുധങ്ങളും വാഹനങ്ങളും കണ്ടുപിടിച്ചിട്ട് അത് ഒരു പക്ഷേ ഇന്ത്യക്ക് തന്നെ പിന്നീട് ബാധ്യമാവോ അല്ലെങ്കിൽ ശല്യമാകുമോ എന്നുള്ള സംശയമുണ്ട്. സ്റ്റാർ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു സംവിധാനം വിളിക്കേണ്ട ഈ ഗൂഗിൾ പോലെയൊക്കെ, അതിൽ നമുക്ക് അനുവാദം ഇല്ലാതെ ലോകത്തിൻ്റെ എവിടെയും സപ്ലൈ ചെയ്യാൻ പറ്റും. പ്രത്യേക എയർ സ്റ്റേഷനൊന്നും വേണ്ട. അത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക നിന്നുകൊണ്ട് തന്നെ ഇതിൽ ലോകം മുഴുവൻ നിയന്ത്രിക്കാം. ഫ്രീ ആയിട്ട് ഈ നമ്മുടെ ഇത് കൊടുക്കുകയും ചെയ്യാം, നെറ്റ് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ വന്നാൽ ഒരു വർഗീയതകൾ ഉണ്ടാക്കുമ്പോഴേ ഇന്ത്യ ഗവൺമെൻറ് അത് എതിർക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല വരും. അതൊക്കെ തിരിച്ചടിക്കും. ഏതായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പ്രകാശ വേഗതയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. അതൊരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. ശബ്ദമാണെങ്കിൽ ഒരു സെക്കൻഡിൽ 110 മീറ്റർ മറ്റുള്ളൂ. അതിന് എന്തുമാത്രം വ്യത്യാസമാണ്. അപ്പോൾ ശബ്ദവേഗത്തേക്കാൾ കൂടുതൽ പോകുന്ന വിമാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ശബ്ദവേഗത്തേക്കാൾ എത്ര 1000 ഇരട്ടിയാണ് പ്രകാശ വേഗത. ആ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാവുന്ന വാഹനം കണ്ടുപിടിക്കും ഒരു കാലത്ത് എന്നാണ് ഈ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നോടിയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഒറ്റ ദിവസം വരാമെന്നുള്ളത്. ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ ബംഗ്ലാദേശ് ഏതാണ്ട് നമുക്ക് ഭാരതത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് രാജ്യം മാത്രമല്ല സഹോദര രാജ്യമായിരുന്നു. ആ രാജ്യത്ത് എങ്ങനെയാണ് അമേരിക്കയും ബ്രിട്ടനൊക്കെ ചേർത്ത് ഇന്ത്യക്ക് എതിരാക്കിയതും അവരുടെ ഭാവിയാക്കിയത്? നോബൽ സമ്മാനം കിട്ടിയ ആളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്നിരിക്കുന്നത്. ആളൊരു സാധുവാണ്. പക്ഷെ അത് അമേരിക്കയുടെ ഭാവിയാണ്. ഇന്ത്യക്ക് എതിരാക്കി. ഇന്നിപ്പോൾ ട്രംപിൻ്റെ പിന്നെ സ്ഥാനാരോഹണത്തിന് ചൈനയുടെ നേതാവിനെ വിളിച്ചു. ഇന്ത്യയിൽ പ്രസിഡന്റ് വിളിച്ചിട്ടില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം അമേരിക്ക ഇസ്രായേൽ നമ്മുടെയാണെന്ന് സംഘീപരിവാരും ക്രിസംഖിയൊക്കെ പറയുന്നുണ്ടല്ലോ. അവർക്കെല്ലാം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ശേഷം ആവശ്യം കഴിഞ്ഞാൽ അവരെല്ലാം നമ്മൾ അതേ നാളെ തിരിച്ചടിക്കും. അവിടെ നമ്മൾ അന്ധമായിട്ട് അമേരിക്ക വിശ്വസിക്കേണ്ട. ക്രിസംഖികൾക്കും സംഘപരിവാറിനൊക്കെ എന്തും പറയാം. പക്ഷേ ഇന്ത്യയിലെ ഭരണകൂടവും ഇന്ത്യൻ നേതൃത്വവും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അമിതമായി അമേരിക്കയും ഇസ്രായേലിനെയും ആശ്രയിക്കുന്നത് ബുദ്ധിയായിരിക്കില്ല എന്ന് ഈ സംഭവം തെളിയിക്കണം. അതാണ് ആ ദേശീയ കാര്യങ്ങൾ. ഒരു ദേശീയ കാര്യത്തിലേക്ക് അധികം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാണികളും ശ്രോതാക്കളൊക്കെ അത്ര വലിയ ആൾക്കാർ സാധാരണക്കാരില്ല, അവർക്കത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ പ്രകാശ വേഗത എന്താണ്, അതിൻ്റെ വാഹനത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞാൽ സാധാരണ ചിന്തിക്കാൻ പ്രയാസമാണ്. അത് ഞാൻ അത്രയും കടക്കുന്നില്ല. ഇനി പ്രാദേശിക കാര്യത്തിൽ കടന്നാൽ ഈ ഇരുമ്പിനെ സൃഷ്ടിച്ചപ്പോൾ മരം പരാതി പറഞ്ഞു, ദൈവമേ ഇരുമ്പിനെ കൊണ്ട് ഞങ്ങളുടെ വംശം മുഴുവൻ നശിച്ചു പോകുന്നു. അപ്പോൾ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് പറഞ്ഞു അത് നശിക്കില്ല, നിങ്ങളെക്കൊണ്ട് ഇരുമ്പിൻ്റെ ഏത് ആയത്തിനും ഒരു പിടി അല്ലെങ്കിൽ കോടാലി കൈ മരമാണ്, അപ്പോൾ നിങ്ങളെക്കൊണ്ട് നശിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഏത് ഇരുമ്പ് ആയുധത്തിനും പിടി അല്ലെങ്കിൽ ഹാൻഡിൽ കൊടുക്കുന്ന മരമാണല്ലോ, അതുകൊണ്ട് മരം കൊണ്ട് തന്നെയാണ് മരത്തെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുൻപത്തെ പ്രശ്നത്തിൽ അപ്പോൾ വളരെ സങ്കീർണമാക്കാണ് രാഷ്ട്രീയക്കാരെ കൂടി 10 വോട്ടിന് വേണ്ടി. അത് ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനവും ഫറൂഖ് കോളേജ് പ്രവർത്തനമൊക്കെ ഈ വസ്തു തിരിച്ചു പിടിക്കുന്നതിനോ പിന്നീടത് ഭാവിയിൽ ഉപയോഗിക്കുന്നതിനോ വേണ്ട അനുകൂലമായ സമീപനമല്ല വഖഫ് ബോർഡിൽ നിന്നും മറ്റേ ഫറൂഖ് കോളേജിൽ നിന്ന് വരുന്നത്. ഫറൂഖ് കോളേജ് അശ്രദ്ധ കാണിച്ചത്. നമ്മൾ ഇന്നത്തെ വാല്യൂ 50,000 കോടി രൂപയാണ്. ഇനി കേരളത്തിലെ ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് ഞാൻ പറഞ്ഞില്ല ബഡ്ജറ്റിൻ്റെ വലിപ്പം നോക്കുമ്പോൾ, എന്നിട്ട് ഫറൂഖ് കോളേജ് അതിന് കാര്യമായിട്ടൊന്നും ശ്രമിക്കുന്നില്ല. മാത്രമല്ല അവർ ഉരുണ്ട് കളിക്കുകയാണ്. തന്നെയല്ല ഒരു വഖഫ് ബോർഡിലൂടെ ആ വഖഫ് ബോർഡ് എന്ത് ചെയ്യുന്നു, വഖഫ് ബോർഡ് ചെയർമാനുണ്ട്, വഖഫ് ബോർഡിന് ഒരു മന്ത്രിയുണ്ട്, അവരൊന്നും വായി തുറക്കുന്നില്ല. ഇത് സംരക്ഷണ സമിതി ചെയർമാനിൽ കൺവീനറായിട്ട് മുജീബുർ റഹ്മാൻ എന്നൊരു പുള്ളിക്ക് ലിമിറ്റ്
നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഈ കൊച്ചു കൊച്ചു വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ടൊന്നും ഇത്രയും ഭീമാകാരമായ ഇത്രയും അന്തർദേശീയം കൂടാൻ നടക്കുന്ന ഒരു വിഷയത്തിൽ വേണ്ടത്ര വിജയിക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമുണ്ട്. എങ്കിൽ നിങ്ങൾ ശ്രമിക്കുക, അതാണ് തെറ്റുമില്ല, ഞാനൊക്കെ കൂടെ നിൽക്കുകയും ചെയ്യാം. കാരണം അത്ര സങ്കീർണമാണ്. വൻ തോക്കുകൾ എന്ന് പറഞ്ഞാൽ പോലെ സൂപ്പർ തോക്കുകളാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അവരാണ് കോടികൾ മുടക്കി പ്രചരണത്തിൽ. അതിൽ സഭയെ കരുവാക്കാണ്. സഭ പിന്നെ ലത്തീൻ കത്തോലിക്ക് വേണ്ടി അല്ലെങ്കിൽ മുക്കോന്മാരെ കരുവാക്കാണ്. മുക്കോന്മാർ 122 വീട്ടുകാരുള്ളൂ അവിടെ. ബാക്കി 600 വേണ്ടതൊക്കെ വെറും ഊതി വീർപ്പിച്ച കണക്കാണ്. അതിൽ ഇന്നത്തെ ഞാൻ പറഞ്ഞു ഏകാംഗ കമ്മീഷൻ്റെ പ്രവർത്തനം പിന്നെ സുതാര്യമല്ല, അതിലും ഡൗട്ടുണ്ട്. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. കാരണം അവരാണ് ഭരിക്കുന്നത്. പക്ഷെ അവർക്ക് ആ രീതിയിൽ ചിന്തിക്കില്ല. അതുതന്നെ ക്രിസ്ത്യൻ മുസ്ലിം ധ്രുവീകരണം വരുത്തിയിട്ട് ക്രിസ്ത്യൻസ് വോട്ട് മുഴുവൻ അല്ലെങ്കിൽ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ എന്ത് ശ്രമിച്ചാലും PC ജോർജ് കാര്യം പറഞ്ഞപോലെ ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ കേരളത്തിൽ എത്ര വോട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക. എത്ര വോട്ടുണ്ട്? ജോർജിൻ്റെ ഭാഷയാണ് കഴിവെടുക്കാം. 15% ഉള്ളൂ ആകെ. അതിൽ 6% ദളിത് ക്രിസ്ത്യാനാണ്. ബാക്കി 9% ഉള്ളൂ സഖാക്കളെ. ഈ 9% N ബ്ലോക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റൂ. അത് മനസ്സിലാക്കത്ത് വോട്ട് എടുക്കുന്ന എവിടെയാണ്? അപ്പോൾ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനും എല്ലാം ഒരു ഭാഗമായിട്ട് ഒരു ഭാഗത്ത് ചരിവുണ്ടെന്ന് കാണുന്നു. അത് ശരിയല്ല, നിഷ്പക്ഷമായിട്ട് ചെയ്യണം. കോടതി തീരുമാനിക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കമ്മീഷൻ്റെ ചെയർമാന് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു കക്ഷിയുടെ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒറ്റക്ക് പോകാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമ്മീഷൻ വന്ന് കാണാം. കമ്മീഷൻ തെളിവെടുക്കുകയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും പോകാൻ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ യോഗസ്ഥലത്ത് വേണ്ടി ഗ്യാരണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കീഴ്വഴക്കമല്ല. അപ്പോൾ അതൊക്കെ രാമേന്ദ്രൻ നായർ സാറിനൊന്ന് ഉപദേശിക്കാനുള്ള വലിപ്പം ഇല്ലെങ്കിലും രാമേന്ദ്രൻ സാർ തീരുമാനിക്കണം, നീതി നടപ്പിലാകണം, അത്രേ ഉള്ളൂ. അതിൽ ഒരു സംശയക്കാത്തില്ല. ഇനി അൻവറിൻ്റെ ഒരു വിഷയമുണ്ട്. അൻവറിനെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ പോലീസിൻ്റെ കഴിവിനെ കുറിച്ച് നമ്മൾ സ്തുതിക്കണം, സപ്പോർട്ട് ചെയ്യണം, നല്ല കാര്യം. പക്ഷെ അതുപോലെ പലവരെയും മാസങ്ങളോളം വെളിയിൽ പോയിട്ടും കാണാതെ അറസ്റ്റ് ചെയ്തിട്ടൊക്കില്ല. അപ്പം ഇവിടെ നമ്മൾ സംശയിക്കുന്ന കാര്യം ഈ UDF മനസ്സിലാക്കേണ്ടതൊന്നുമില്ല. ഇവിടെ ഈ അൻവറിന് ഇടതുപക്ഷം ചൂഷണം ചെയ്യാണെന്ന് നോക്കണം. അതെന്താ അറിയുമോ? ന്യൂനപക്ഷം പ്രത്യേകം മുസ്ലിം അനുകൂലമാണ് LDFൻ്റെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കിയിട്ട് ഭൂരിപക്ഷ സമുദായത്തിൽ പ്രത്യേകിച്ച് ഈഴവ സമുദായത്തെ വോട്ടിൽ കുറേ BJPയിൽ പോയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ന്യൂനപക്ഷ സ്നേഹികളല്ല, പ്രത്യേകിച്ച് മുസ്ലിം സ്നേഹികളല്ല എന്ന് പബ്ലിക് അറിയിക്കണം. അപ്പോൾ അതിന് അവർ പറയാൻ പറ്റുമോ? അതിന് ആ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ, അത് പ്രഗത്ഭനായ ആൾ, MLA അൻവറിന് പ്രഗത്ഭനാണല്ലോ, അദ്ദേഹത്തെ അങ്ങോട്ട് പുറത്തേക്ക് അഴിച്ചു വിട്ട് കാണുന്ന മുഴുവൻ മുസ്ലിം വിരോധമാണ് LDF കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് LDFന് ഗുണമല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയും കാര്യങ്ങൾ നടക്കാം, ഇങ്ങനെയും കാര്യങ്ങൾ നടക്കാം. ഇതാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പോൾ AK സെൻട്രൽ ഒരു ബുദ്ധി ആയിരിക്കില്ലേ പിന്നെ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറേ, ആ വഴിക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്കി. നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണല്ലോ. ഈ അൻവറിനെ വാസ്തവത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി സഖാവ് യൂട്ടിലൈസ് ചെയ്യാല്ലേ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഇതെല്ലാം കൊണ്ടൊന്ന് നശിച്ച് അല്ലെങ്കിൽ പേര് മോശം വന്ന ഒന്നും വളർച്ചെന്നോ ഇടിച്ചെന്നൊരു സമയത്താണ് അൻവറിനെ ആളാക്കാൻ വേണ്ടി ഈ സന്നാഹമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അൻവറിന് MLAയോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ വരില്ലേ? അപ്പോൾ ഇത്രയും സന്നാഹം ഉണ്ടെങ്കിൽ അദ്ദേഹം പോപ്പുലാരിറ്റി ഒരു വനിതാ നേതാവുണ്ട്, അവർ കീരിയും പാമ്പാണ്. രാത്രിയായി കഴിഞ്ഞാൽ പേര് ഞാൻ പോലെ രാത്രി കഴിഞ്ഞ് നേതാവിൻ്റെ റൂമിലായിരിക്കും ഈ സ്ത്രീ. പുറത്തെന്താണ് ജനങ്ങളുടെ മുമ്പിൽ ഭയങ്കര കീരിയും പാമ്പ്. അതുപോലെ അൻവറും സഖാവും പുറത്ത് കീരിയും പാമ്പാണെങ്കിലും അകത്ത് അവർക്ക് ഒരു ലിങ്ക് ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ച് പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അൻവറിനെ അകത്താക്കാനുള്ള സമയമെല്ലാം പലതും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ല. ഇതിപ്പോൾ അകത്താക്കിയില്ലെങ്കിൽ അൻവറിന് പ്രചാരണം കിട്ടില്ല. അതുകൊണ്ട് അതും കൂടി അല്ലേ എന്ന് മനഃശാസ്ത്ര വിദഗ്ധർ ചിന്തിക്കണം.
ശരിയാണോ തെറ്റാന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അൻവറിനെ ഏതായാലും ഈ സമയത്ത് അറസ്റ്റ് ചെയ്ത് അൻവറിനെ സംബന്ധിച്ചും അവർ പാർട്ടി പോട്ടെ സാംസ്കാരിക സംഘടനയെ സംബന്ധിച്ചും അത് ഒരു വിജയം തന്നെയാണ് അൻവറിന്, അല്ലാതെ പാർട്ടിക്കല്ല. ഇതാണ് നമ്മൾ പറയാനുള്ളത്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ പോലീസിൻ്റെ ട്രെയിൻ സമയത്തൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പേര് മാറ്റി സേനാംഗം, പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് മാറ്റി അംഗമാക്കി. സേനാംഗം നമ്മൾ ആണും പെണ്ണുമില്ല, കോമൺ ആയിട്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ പെണ്ണിനില്ല, ആണിൽ മാത്രമേ ഉള്ളൂ. അത് പെണ്ണുങ്ങളോടുള്ള അവഗണനയാണെന്ന് വെച്ചുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് അത് പോലീസ് സേനാംഗം എന്നാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം, മാറ്റേണ്ട കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഇനി വൈകിയ വേളയിൽ നമ്മൾ പറയുന്നത്, ഈ കേരളത്തിൽ വരുന്ന 2026 അസംബ്ലി ഇലക്ഷനിൽ വീണ്ടും LDF തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് ഞങ്ങൾ ദിവസം മുമ്പ് പറഞ്ഞു. ഇന്നിപ്പോൾ ABC ചാനൽ, ഞങ്ങൾ പറഞ്ഞാൽ 10-12 ദിവസം മുൻപാണ്, ഇന്നിപ്പോൾ ABC ചാനൽ ഒരാൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പോൾ LDF വരട്ടെ, ഒരു പ്രാവശ്യം കൂടി അവിടെ UDF ഇല്ലാതെയാവും. അത് കഴിഞ്ഞാൽ പിന്നെ ത്രിപുര പോലെ BJPക്ക് ഭരണം വരാം എന്നുള്ള രീതിയിലൊരു കണക്കൂട്ടൽ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങളുടെ മനഃശാസ്ത്ര ഗ്രൂപ്പ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഇന്നിപ്പോൾ ABC ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആസ്ഥാനത്താണെന്നും ചിന്തിക്കാൻ പറ്റില്ല, കുറേയൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറും ഇതല്ല. പിന്നെ ഈ കോൺഗ്രസിൻ്റെ ഈ ന്യൂനപക്ഷ സമുദായം എന്ന് പറയുന്ന മുസ്ലിങ്ങളോട് കാണിക്കുന്ന അവരുടെ ആകെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റലിക്കാരനാണ് അവരുടെ ഭർത്താവ് എന്ന് മാത്രമാണ്, അല്ലാതെ അവൻ യോഗ്യൊന്നും പാർട്ടിയിലൊന്നും പ്രവർത്തനമൊന്നും ഇല്ല. ഒരു ഷമാ മുഹമ്മദ്, ആ മുഹമ്മദിന് ഒരു ഏക മുസ്ലിം പേരായിരുന്നു ഈ ചാനലിൽ വരുന്ന വക്താക്കൾ. അവർ ഇത്ര മാറ്റിയിട്ട് ആ മറ്റൊരു പെണ്ണുണ്ടല്ലോ മേരി ദീപ്തി വർഗീസ്, അവരാണ് ഇപ്പോൾ സാധാരണ വരുന്നത്. അപ്പോൾ അവിടെയും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, പാലക്കാട് ഷാഫി പറമ്പിലിനെ മാറ്റിയപ്പോൾ 3 ടേമായിട്ട് അവിടെ ഒരു മുസ്ലിം പ്രതിനിധിയാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്, വ്യക്തിയാണ്. അതും മുസ്ലിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി. അപ്പോൾ കോൺഗ്രസ് നേതാക്കളും സാന്ദർഭികമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ഈ സമുദായത്തെ പിന്നെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അവരെപ്പോഴും കാണുന്നത് മുസ്ലിം ലീഗ് എന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഞാൻ കാര്യം പറഞ്ഞാൽ അവരുടെ ശക്തി എത്രയാണെന്നും അതുകൊണ്ട് മാത്രം കേരളം ഭരിക്കാൻ പറ്റില്ല, അത് പല പ്രാവശ്യം ഈ മണ്ട ശിരോമണിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും കാണുന്നില്ല, സമുദായത്തെ ഒഴിവാക്കാണ്, ലീഗിനെയാണ് എടുക്കുന്നത്. ആ മുസ്ലിം ലീഗ് എന്ന പേര് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ PC ജോർജിനെ പോലെ തെരുവ് തെണ്ടികൾക്ക് പോലും പിന്നെന്താണ് ഈ മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ടു പോകുമെന്ന് പറയാൻ കാരണം. നിങ്ങൾ എന്ത് മണ്ടത്തരം കാണിക്കുന്നത്? ആ മുസ്ലിം എന്ന വാക്ക് മാറ്റി നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി പേരിട്ട് മുന്നോട്ട് പോയെങ്കിൽ ഇത്രയും പേര് ദോഷം ഈ സമുദായം കേൾക്കണോ? വാസു നിങ്ങളല്ലേ ഉത്തരവാദി, നിങ്ങളല്ലേ വാസുത്തെ നാട് കെടുത്തേണ്ടത്. ഈ പണ്ടെങ്കിൽ ഒരു മുസ്ലിം ലീഗ് ഉണ്ടായി, ആ മുസ്ലിം ലീഗ് വിഭജിച്ച് പോയി, അത് പോയി. അത് കഴിഞ്ഞ് കാരണന്മാർ അന്ന് മണ്ടത്തരം കാണിച്ച് ഇനി മാറ്റാൻ സമയമുണ്ട്. നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന പേര് മാറ്റാതെ കോമൺ പേരായ മുസ്ലിം എന്ന പേര് ഉപയോഗിക്കുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഓഫീസിന് മുമ്പിൽ ഈ മുസ്ലിം സമുദായം വന്ന് സമരം ചെയ്യേണ്ടി വരും. നിങ്ങൾ വായിക്കുന്നത് കോമൺ നെയിമാണ് മുസ്ലിം എന്നുള്ളത്. ലോകത്ത് ഒരു പാർട്ടിക്കും ഇതിന് ജാതി പേരില്ല, ഒരു പാർട്ടിക്കും. ആ ഇറ്റലിയിൽ ഒരു ക്രിസ്ത്യൻ കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ, അതും നിർത്തിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിം എന്ന് വാക്കെടുത്ത് കളയുന്നില്ല? അതിൽ ഈ 30 കോടി സമുദായം, 30 കോടി ജനങ്ങൾ ഈ വഴിപോക്കനായി ഇതൊക്കെ അടിമാക്കേണ്ടി വന്നത്. നിങ്ങൾ സംസ്ഥ കൊണ്ടെടുക്കും, ജാതി കൊണ്ടെടുത്തോ, പള്ളിയിൽ പോയിക്കോ, അതൊന്നും കുഴപ്പമില്ല. രാഷ്ട്രീയ പാർട്ടി എന്നതിൽ നിങ്ങളെ മുസ്ലിം എന്ന വാക്ക് എടുത്തു കളഞ്ഞാൽ ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിന് മുമ്പിൽ നിരാഹാരം ഇരിക്കേണ്ടി വരും, മരണം വരെയും. കോടതിയിൽ പോയിട്ട് കാര്യമില്ല, കോടതിയിൽ പോയിട്ട് കോടതി ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം, അതൊക്കെ നീണ്ടുപോകും. നിങ്ങളെ മുസ്ലിം എന്ന വാക്ക് എത്രയും പെട്ടെന്ന് പാർട്ടിയുടെ പേരിൽ എടുത്തു കളയണം. മുന്നണി ചേർത്താലും കൊള്ളാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 30 കോടി മുസ്ലിങ്ങളെ ഈ വഴിപോക്കന ഇതൊക്കെ തെറികൾക്ക് നിങ്ങൾ ആ മുസ്ലിം എന്ന വാക്ക് നിങ്ങളുടെ പാർട്ടിയിലെ പേരിട്ടിട്ടാണ്.
ലോകത്ത് ഏതെങ്കിലും പാർട്ടി ജാതിപ്പേലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? ഇപ്പം BJP, ഭാരതീയ ജനതാ പാർട്ടി എന്നല്ലേ? ഏതെങ്കിലും പാർട്ടി ഉണ്ട്? പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നല്ലേ? നിങ്ങൾ മുസ്ലിം എന്ന വാക്ക് മുസ്ലിം ലീഗിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ വികാരപരമായിട്ട് പറയണം മൊയ്തീൻ ഷാ, എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓഫീസിന് മുമ്പ് നിരാകരിക്കും, മരിക്കോളം നിരാകരിക്കും. കാരണം ഇനി ഈ അവഹേളനം കേൾക്കാൻ പറ്റില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരാളെ ജനം TV ചർച്ചയ്ക്ക് വിളിക്കുക, അത് PC ജോർജിനെ എതിർവശത്തിരുത്തുക, എന്നിട്ട് അവർ തമ്മിൽ തർക്കം ഉണ്ടാക്കുക. എന്നിട്ട് PC ജോർജ് മനുഷ്യനാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആളായിട്ട് വന്ന റെപ്രസെൻറ്റേറ്റീവ് വന്ന അവൻ്റെ മുസ്ലിം ലീഗുകാർ പുറത്തു പോകുന്നല്ലാതെ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവനെ പോലുള്ള തെരുവ് നായ്ക്കൾക്ക് വരെ മുസ്ലിങ്ങളെ ആക്രമിക്കാനും ഇങ്ങനെ ശല്യപ്പെടുത്താൻ പോലുണ്ട്. അത് ഈ ഒരു അവസരം കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടി വന്ന മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ വന്ന് മൊയ്തീൻ ഷാ മരിക്കോൾ നിരാകാരിയിരിക്കും ഇത് ചെയ്തില്ലെങ്കിൽ. നിങ്ങൾ പാർട്ടി പുറത്ത് നടച്ചോ ഭരിച്ചോ ഒന്നൊരു കുഴപ്പമില്ല. ആ മുസ്ലിം എന്ന പേര് പാർട്ടിയിൽ നിന്ന് മാറ്റണം. ഇനി ഞങ്ങൾ തിരി കേൾക്കാൻ പറ്റില്ല. ഇക്കാര്യം ഇടതുപക്ഷം ഇടതുപക്ഷം വിട്ടുകളഞ്ഞ് ഇനി അവർ കൂട്ടാൻ നോക്കണം. വലതുപക്ഷത്തെ നേതാക്കൾ ചിന്തിക്കണം. കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കളോട് പറയണം, നിങ്ങൾ ദയവ് ചെയ്താൽ മുസ്ലിം എന്ന വാക്ക് മാറ്റ്. നിങ്ങൾ വേറെ എന്തെങ്കിലും പേരിട്ട് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്ന പേരിട്ട് അതിന് നമ്മൾ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം അറിയോ? ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി. അപ്പോൾ IUML ആണ്. പേര് പോലും മാറണ്ട, അക്ഷരം മാറുള്ളൂ, കൊടിയും മാറണ്ട. അത് തെരുവ് നായ്ക്കൾ പോലും മുസ്ലിങ്ങൾ 30 കോടി വരുന്ന മുസ്ലിങ്ങൾ. ഇത് 30 കോടി മുസ്ലിങ്ങൾക്ക് ഒരു ശക്തിയില്ല ഇന്ത്യയിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ RSന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. RS ഒരു വഴി കിടക്കും, മുസ്ലിം ഒരു വഴി കിടക്കും. ആ മുസ്ലിങ്ങൾ ചെയ്യുന്നത് വിനയമായിട്ട് ആദ്യം പറയും, പിന്നെ താക്കീതായിട്ട് പറയും, പിന്നെ അത് നിർബന്ധമായിട്ടും പറയും. പറയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.